കഥ തലവര. വേനലിൻ്റെ കടുത്ത ചൂട് തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം 10ാം ക്ലാസ്സിലെ റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിലും ചില ചൂടുള്ള ചർച്ചകളുണ്ടായി. സായാഹ്നങ്ങളിൽ കൂട്ടുകാരോടൊത്ത് വായനശാലകളിലും മറ്റും സമയം ചെലവഴിച്ചിരുന്നു. എന്നും ചൂടുള്ള ചർച്ചയിൽ പങ്കെടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ആ ചർച്ചയ്ക്കിടയിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് വരുന്നു എന്ന വാർത്തയും ഇടം പിടിച്ചത്. നാട്ടുകാർക്ക് ജോലി സാധ്യത ഏറെയുള്ള സംഭവം. എല്ലാവരുടെയും ചർച്ച പിന്നെ അതേക്കുറിച്ചായി. എന്തായാലും 8ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് മതി. ഏതെങ്കിലും ITI കോഴ്സ് ചെയ്താൽ ഷിപ്പ്യാർഡിൽ ജോലി ഉറപ്പാണ്. അങ്ങനെയാണ് 8ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് വാങ്ങാനും ITIയിൽ അപേക്ഷിക്കാനും തീരുമാനിച്ചതും. പിറ്റേന്ന് അത്യുത്സാഹത്തോടെയാണ് ഉണർന്നത്. 11 മണിയോടെ സ്കൂളിലെത്തി. ഹെഡ് മിസ്ട്രസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസിലേക്ക് കയറിയതും കസേരയിലിരുന്ന ടീച്ചർ തലയുയർത്തി നോക്കി. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നതാ, ഭവ്യതയോടെ പറഞ്ഞു. ടീച്ചർ തലയുയർത്താതെ പറഞ്ഞു, റിസൾട്ട് വന്നിട്ടില്ലല്ലോ. 8ാം ക്ലാസ്സിലെയാ, ഒരു കോഴ്സിന് ചേരാനാ. ടീച്ചർ പിന്നൊന്നും ചോദിച്ചില്ല. അലമാര തുറന്ന് ഒരു വലിയ ഫയലെടുത്ത് നിവർത്തി അതിൽ നിന്നും പേപ്പറിൽ എൻ്റെ പേരും വിവരങ്ങളുമെല്ലാം ചേർത്ത് വിഷയവും മാർക്കും എഴുതി. എഴുതിക്കൊണ്ടിരുന്ന മാർക്കിൽ നോക്കി അതിയായ സന്തോഷത്തോടെ മനക്കോട്ട കെട്ടി തുടങ്ങി. പെട്ടെന്നാണ് മാർക്കിന് താഴെ കൂടി പേന നീങ്ങാൻ തുടങ്ങിയത്. കണ്ടതും നിന്ന നിൽപ്പിൽ ആവിയായി പോയതുപോലെ. 10ാം ക്ലാസ് പരീക്ഷയും കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന എനിക്ക് 8ാം ക്ലാസ്സിൽ തോറ്റതിൻ്റെ മാർക്ക് ലിസ്റ്റ്. കൈകാലുകൾ കുഴയുന്നത് പോലെ. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, ടീച്ചർ, ഇതെന്താ 100 എഴുതിയത്? ഒരു ഭാവഭേദവുമില്ലാതെ അതങ്ങനെയല്ലേ വേണ്ടത്. ഒപ്പും സീലും വെച്ച് സർട്ടിഫിക്കറ്റ് തന്നു. ഒന്നും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. ഒരു ജീവശവമായി മാറിക്കഴിഞ്ഞിരുന്നു താനപ്പോൾ. ശൂന്യതയിൽ എന്ന പോലെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ്സുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. എത്ര നേരം അങ്ങനെ ഇരുന്നെന്നറിയില്ല. ഒരു പ്രയോജനവുമില്ലാത്ത ആ പേപ്പറിൽ നോക്കി കുറേ നേരം ഇരുന്ന് മനസ്സ് ശാന്തമായപ്പോൾ നിർവികാരനായി വീട്ടിലേക്ക് പോയി. അന്ന് ടീച്ചർ ആ മാർക്കിനിടയിൽ 100 പകരം 50 എന്ന് എഴുതിയിരുന്നെങ്കിൽ ഷിപ്പ്യാർഡിലെ ഒരു ഉദ്യോഗസ്ഥനായി മാറിയനെ. എൻ്റെ തലവര മാറ്റിയത് ആ സർട്ടിഫിക്കറ്റ് ആയിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. എല്ലാം ദൈവനിശ്ചയം എന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഉമ്മറത്തെ ചാരുകസേരയിൽ വീണ്ടും കണ്ണടച്ചു കിടന്നു.